ഈ കാണുന്ന മുറിവ് ഇന്ന് ഞാൻ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി ചെയ്തതാണ്. അതിന്റെ ഇടയ്ക്ക് പറ്റിയതാണ്. വേറൊന്നല്ല, വീട്ടിൽ അമ്മ അച്ഛനും ഇല്ലാതിരുന്ന ഒരു സമയത്ത് ഭയങ്കര ബോറടി. എന്ത് ചെയ്യണോന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ മതിലിന്റെ കണ്ണിൽ പെട്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, ഇതൊന്ന് ക്ലീൻ അപ്പ് ആക്കി എടുക്കാന്ന് വിചാരിച്ച് കുറെ നാളെ വിചാരിക്കുന്നേ. പക്ഷെ ഇന്നാണ് നടന്നത്. ഇവനാണ് നമ്മുടെ താരം. ഇവനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. എത്ര നേരം എടുത്ത് ഇത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് എന്താണെന്നറിയില്ല, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ബ്രഷ് എടുത്ത് ഞാൻ നല്ലോണം ഉരച്ച് എഴുതാൻ തുടങ്ങി. ഇതിൽ എക്സ്പേർട്ടായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അറിയുള്ളൂ. മാക്സിമം ഇന്നുകൊണ്ട് ഇത് ഫുള്ള് ചെയ്യാൻ പറ്റില്ലെങ്കിലും പകുതിയെങ്കിലും ഇതൊന്ന് തീർക്കണം എന്നുള്ളത് എൻ്റെ വാശിയായിരുന്നു. അങ്ങനെ ഞാൻ കുറേ നേരം എടുത്ത് ഇത് നല്ലോണം ഉരച്ച് കഴുകാൻ തുടങ്ങി. ഈ പായൽ ഇവിടെ പിടിച്ചിട്ട് കുറച്ച് നാളായി. ഇതെപ്പോഴും കാണുമ്പോഴത്തേക്കും ഇതൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിക്കുമെങ്കിലും മടി അങ്ങോട്ട് സമ്മതിക്കാറില്ല. അപ്പൊ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അമ്മയോട് പറയും, എന്താണെന്നറിയില്ല, ഡിപ്രഷൻ അടിക്കുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അത് നീ വെറുതെ ഇരിക്കുന്നതുകൊണ്ടാണ്. എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ബോറടി മാറും, ഡിപ്രഷനും വരില്ല. അങ്ങനെ ഈ ബ്രഷ് എടുത്ത് ഒരച്ചൊരച്ചൊരച്ചൊരച്ച് ഒരുവിധം ഞാനിത് ക്ലീൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പായല് പിടിച്ചിരിക്കുന്ന ഭാഗം ഉരച്ച് കഴുകാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. പക്ഷെ അതിന് താഴെയുള്ള കുറച്ച് അഴുക്കുണ്ട്, ഒരു ബ്ലാക്ക് കളറിൽ. അത് കഴുകാനായിട്ട് ഭയങ്കര പാട്. പിന്നെ ഒരു സൈഡ് ക്ലീൻ ചെയ്ത് എനിക്ക് ബോറടിച്ചപ്പോഴത്തേക്കും ഞാൻ കമ്പും കൊലൊക്കെ എടുത്ത് അടുത്ത സൈഡിലേക്ക് അവിടെ നിന്ന് ക്ലീൻ ചെയ്യുന്നു. അങ്ങനെ ഒരച്ചൊരച്ചൊരച്ചൊരച്ചൊരു പരുവായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ് ഇപ്പോഴത്തെ ഒരു റിസൾട്ട്. പകുതി നല്ലോണം ക്ലീൻ ചെയ്തു. പിന്നെ ആ ബ്ലാക്ക് കളറിൽ കാണുന്നത് പായലല്ല, അവിടെ പെയിന്റ് പോയതാണ്. അതിന്റെ ഇടയ്ക്ക് ഈ മുറിവ് എങ്ങനെ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മതിലിന്റെ താഴെ ഭാഗം ഉരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു കല്ലുണ്ടായിരുന്നു. ഞാൻ കൂട്ടി അങ്ങ് ഉരച്ചു. അപ്പൊ ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു കാര്യം ചെയ്തെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് നിർത്തി. ഓക്കെ, ബൈ, സീ യു.